മിഥുൻ, അതോടൊപ്പം തന്നെ ഈ മുണ്ടക്കയും ചൂരൽമലയോടും ഒപ്പം ഒരു പുഴ കൂടി ഇനി ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. മരിച്ചവരുടെ പുഴയായി കൂടി മാറിയ ചാലിയാർ പുഴ. ഈ പുഴയുടെ ഇരുകരകളിലുമായുള്ള പരിശോധന, തിരച്ചിൽ അത് ഇന്നത്തെ ദിവസവും തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതും നീണ്ടു നിൽക്കുമോ അടുത്ത ദിവസങ്ങളിലും? എല്ലാ മേഖലകളിലും നടക്കും. എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് 6 സോണുകളായി തിരിച്ചുകൊണ്ടായിരുന്നു തിരച്ചിലെങ്കിലും അതിനപ്പുറത്തേക്കുള്ള മേഖലകളിലേക്കും തിരച്ചിൽ വ്യാപിക്കുന്നുണ്ട്. ഈ വനമേഖലകളിൽ പല ഭാഗങ്ങളിലും മൃതദേഹ ശരീരം അടയാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ മേഖലകൾ, വനമേഖലകൾ, പല മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തുന്ന ഈ പ്രദേശങ്ങളിലുള്ള പരിസരവാസികളുടെ, വനമേഖലയിൽ താമസിക്കുന്ന വനവാസികളുടെ അടക്കം സഹായത്തോടു കൂടിയാണ് ഈ വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുന്നത്. ഈ പുഴയിൽ കൂടി മൃതദേഹം ഒഴുകിയെത്തി കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് ഏത് വനമേഖലയിലാണോ ഈ മൃതദേഹങ്ങൾ അടിയാൻ സാധ്യതയുള്ളത് അത് വനവാസികൾ കൃത്യമായി നമ്മുടെ ദൗത്യ പ്രവർത്തകരെ അറിയിക്കുകയും അവരുടെയും കൂടി സഹായത്തോടുകൂടി, വനവാസികളുടെയും കൂടി സഹായത്തോടുകൂടി ആ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ടുള്ള വ്യാപകമായ തിരച്ചിലാണ് ഈ വനമേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ചാലിയാർ പുഴയുടെ പല കൈവഴികളുണ്ട്. കൈവഴികൾ പല വഴിക്ക് ഒഴുകുന്നുണ്ട്. ഈ വഴികളും ഈ പുഴകളെ വിവിധ ഭാഗങ്ങളും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനകൾ നടക്കുന്നുണ്ട്. ശരീരഭാഗങ്ങൾ ഛിന്ന ഭിന്നമായി ഒഴുകിയെത്തുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം ചാലിയാർ പുഴയിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടിയത്. പരമാവധി മൃതദേഹങ്ങൾ പുഴയിൽ കൂടി ഒഴുകി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്രത്തോളം ഭീകരമായ, അത്രത്തോളം അതിശക്തമായ രീതിയിലായിരുന്നു മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്, ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരമാവധി തെരച്ചിൽ നടത്തുക എന്നത് പ്രധാനമായ കാര്യമാണ്. ചൂരൽമലയിലും അതുപോലെ തന്നെ സമാനമായ സാധ്യത കണക്കിലെടുക്കുന്നുണ്ട്. ഈ സൈന്യത്തിന്റെ മൈനുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി സൈന്യം ഉപയോഗിക്കുന്ന അത്യാധുനിക റഡാർ സംവിധാനത്തിന്റെ ഒരു ഉപസംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യ ശരീരം എവിടെയെങ്കിലും താഴ്ന്നു കിടപ്പുണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ ചൂരൽമല മേഖലയിലും ഇന്ന് ഉണ്ടായത്. ഒപ്പം തന്നെ മുണ്ടക്കൈ, പുഞ്ചിരി വട്ടം മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട് എന്നുള്ള വിലയിരുത്തൽ സൈന്യം നേരത്തെ തന്നെ നടത്തിയതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുഞ്ചിരിവട്ടത്തു നിന്നും അതിശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായി. ഈ മലവെള്ളപ്പാച്ചിലും പാറക്കെട്ടുകളും പാറക്കൂട്ടങ്ങളും എല്ലാം കോൺക്രീറ്റ് വീടുകളിൽ തട്ടിത്തകർത്ത് അതിനുള്ളിൽ കോൺക്രീറ്റ് പാളികൾക്ക് അടിയിൽ മൃതശരീരം അടിഞ്ഞ് അതിനു മുകളിലേക്ക് മണൽക്കൂന വന്ന് അതിന്റെ ഭൂമിശാസ്ത്രം മുഴുവനായും മാറി ഭൂമി മറ്റൊരു തലത്തിലേക്ക്, ഭൂമിയുടെ മണലിന്റെ ഒരു വിന്യാസം ഉണ്ടായ ഒരു പ്രദേശമാണത്. അപ്പോൾ മണലിനും കോൺക്രീറ്റ് പാളികൾക്കും ഏറ്റവും ഒടുവിലായിട്ട് മൃതശരീരങ്ങൾ അടിഞ്ഞു കിടക്കാനുള്ള സാധ്യതയാണ് ഈ മുണ്ടക്കയിലും പുഞ്ചിരിവട്ടത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും ദുഷ്കരമാണ് രക്ഷാപ്രവർത്തനം. ഏറ്റവും ദുഷ്കരമായ പ്രവർത്തനത്തിലൂടെ മാത്രം ആയിരിക്കും അവിടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ പിന്നെയും അടുത്ത ഘട്ടത്തിൽ അടുത്ത പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നത് അതിന്റെ ഏത് മനുഷ്യരുടേതാണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. DNA പരിശോധനകളിലൂടെ മാത്രമായിരിക്കും ഇത് ഏത് മനുഷ്യന്റെ ശരീരഭാഗങ്ങളാണ്, ആരുടെ ശരീരഭാഗങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഉത്തരം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ വയനാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ മുണ്ടക്കയും പുഞ്ചിരിവട്ടവും ഒക്കെ അടുത്തറിയാവുന്ന നാട്ടുകാരുടെ സഹായവും ഇതിനുവേണ്ടി രക്ഷാദൗത്യ പ്രവർത്തകർ തേടുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ നാട്ടുകാരെ എത്തിച്ചുകൊണ്ട് ഏതൊക്കെ പ്രദേശത്താണ് വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളുള്ളത്, 2 നില കെട്ടിടങ്ങളുള്ളത്, ഓടിട്ട വീടുകൾ എവിടേക്കാണുള്ളത്, ഷീറ്റിട്ട വീടുകൾ എവിടേക്കാണുള്ളത് എന്ന് കൃത്യമായി നാട്ടുകാരിൽ നിന്നും വിവരശേഖരണം നടത്തിക്കൊണ്ടാണ് ഈ പ്രദേശത്ത് കൃത്യമായ ഒരു വിപുലമായ രക്ഷാദൗത്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ, 2 നില കെട്ടിടങ്ങൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള അതിൻ്റെതായ രീതിയിലുള്ള തിരച്ചിൽ അനിവാര്യമായി വരും. ആ ഭാഗങ്ങളിൽ എവിടേക്കാണ് മൃതശരീരങ്ങൾ കിടക്കുക എന്ന് കണ്ടെത്തുക വളരെ ദുഷ്കരമായ കാര്യമായി മാറും. അതുകൊണ്ടാണ് ഈ പ്രദേശവാസികളുടെ അടക്കം സഹായം തേടിക്കൊണ്ട് വിവരശേഖരണം വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്ന് കൂടി നടക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നുകൂടി അപ്രകാരമുള്ള വിവരശേഖരണം നടത്തുന്നുണ്ട്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത്. ഈ മേഖലയിൽ 1721 വീടുകളിലായി 4833 പേർ ഉണ്ടായിരുന്നതായി കണക്കുകൾ പറയുന്നു. അതായത് ഇന്ന് പുറത്തുവിട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കണക്കുകളിലാണ് ഈ കണക്കുകൾ ഉള്ളത്.